നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സ്ക്വയർ ചപ്പാത്തിയും ചന്ന മസാല കറിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ലൈക്കും ഷെയറും കമൻസൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച വെള്ളക്കടല കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ബേ ലീവ്സും 2 കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കണം കേട്ടോ. കടല മുങ്ങിക്കിടക്കണ പാകത്തിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. വേവിക്കണത് ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരു വിസിലടിച്ചിട്ട് സിമ്മിലിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിനുള്ള വേവായിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക. പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കലാണ്. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 2 സവോള എടുത്തിട്ട് അതൊന്ന് വഴറ്റുക. പിന്നെ അത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ളതാണ് പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടി ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടി ഒന്ന് വഴറ്റി പച്ച മസാലയുടെ മണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റണേ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 2 വലിപ്പത്തിലുള്ള തക്കാളിയാണ്. അത് 2 നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ വഴറ്റിയതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കടല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണത്. മസാലയൊക്കെ വഴറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റിവെച്ച കടല ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിൻ്റെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല കുറുകിയ പോലെയാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഇവിടെ എൻ്റെ ഉമ്മ ഗ്രേവി ഇല്ലാതെ കഴിക്കില്ലാത്ത കൊണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിരുന്ന് തേങ്ങാപ്പാൽ ഒഴിക്കണതിൻ്റെ വീഡിയോ മിസ്സായിട്ടാണ്. അത് തന്നെ അത് ഇതിനകത്തേക്ക് ഇടാൻ സാധിച്ചിട്ടില്ല. അതിന് ആ പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടി കൂട്ടി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഇരുന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് ചന മസാലയുടെ. പക്ഷേ ഇവിടെ ഗ്രേവി കുറച്ച് വേണ്ടത് കൊണ്ടിട്ട് ഞാൻ പിന്നെ എല്ലാത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് അതിലത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ചപ്പാത്തിക്ക് വേണ്ടി കുഴച്ചെടുക്കുന്നത് കേട്ടോ. അതാണ് സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നല്ലത്. സ്ക്വയർ ചപ്പാത്തിയും സാദാ ചപ്പാത്തിക്കും നല്ലത് തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ. അതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ട് വേണം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്.
കുഴച്ച് കഴിഞ്ഞിട്ട് കുറേ സമയം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ കുഴച്ച് അത് ഉണ്ടയിട്ട് പിന്നെ അതൊന്ന് പരുത്തിയെടുത്തതിന് ശേഷം 4 മടക്കായിട്ട് മടക്കി പിന്നെ നമ്മളത് കുറച്ച് നേരം വെച്ചിട്ടുള്ള ചപ്പാത്തി പരുത്തിയെടുക്കണത്. അതുകൊണ്ടിട്ട് നമുക്ക് അപ്പം തന്നെ അതങ്ങനെ എടുത്ത് പരത്താൻ പറ്റും. അത് കാരണം ഒരുപാട് സമയമൊന്നും നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടയിട്ടിട്ട് പരുത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പരുത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചപ്പാത്തിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് 4 വശത്തു നിന്നും മടക്കി കൊടുക്കണം. അങ്ങനെ ഓരോന്നും മടക്കി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റാണ് നമ്മളത് ഫുള്ളായിട്ട് പരുത്തിയിട്ട് ചുടണത്. അപ്പം എല്ലാം ഞാൻ ഇതുപോലെ മടക്കി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ പരുത്തണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ. അങ്ങനെ നമുക്കിതെല്ലാം ഓരോന്ന് വേഗം പരുത്തിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. ചുട്ട് വരുമ്പോൾ ഇങ്ങനെ നല്ലോണം പൊങ്ങി വരും. കാരണം ഉള്ളിൽ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് മടക്കിയതാണല്ലോ. അത് കാരണം നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ ഓരോ ചപ്പാത്തിയും നമുക്ക് തിരിച്ചും മറിച്ചും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാൻ ചുട്ട് കഴിഞ്ഞ് ഇതാ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ് കേട്ടോ കാണുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രേവി ഇല്ലാതെ ഉമ്മാക്ക് പറ്റൂല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്ത് ഇനി ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കണതിൻ്റെ വീഡിയോ ഞാൻ മറക്കാണ്ട് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചന മസാലയും സ്ക്വയർ ചപ്പാത്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമൻസിലൂടെ വിവരങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ലൈക്കും ഷെയറും കമൻസൊക്കെ വേണമേ.